പ്രോൺസ് നൂഡിൽസ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാനിൽ ഓയിൽ ഒഴിച്ചിട്ട് അതിനകത്തോട്ട് ഒരു സവാള, 5-6 പച്ചമുളക്, 5-6 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഇതെല്ലാം കൂടെ ചോപ്പ് ചെയ്ത് നമുക്ക് എണ്ണയിലൊന്ന് ലൈറ്റ് ബ്രൗൺ ആവുന്നവരൊന്ന് വഴറ്റിയെടുക്കാം. അന്ന് ഒരു ലൈറ്റ് ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് ചെമ്മീൻ, നല്ല വൃത്തിയാക്കിയ ചെമ്മീൻ, ഒരു 150 to 200 ഗ്രാംസ് ചെമ്മീൻ, നമുക്ക് ഇഷ്ടമുള്ള പോലെ ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്യാം. എന്നിട്ട് ആ ചെമ്മീൻ അതിനകത്ത് കിടന്ന് അതിൻ്റെ ആ കളറൊന്ന് മാറി പിങ്ക് ആകുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തോട്ട് ഉപ്പും പെപ്പറും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ ചെമ്മീനെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഒരു 3 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ചെമ്മീൻ കുക്ക് ചെയ്ത് റെഡിയാവും. ആ 3 മിനിറ്റ്സ് കഴിഞ്ഞ് ചെമ്മീൻ വെന്ത് കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് ആവശ്യമുള്ള പച്ചക്കറി, ഞാനിപ്പോൾ ഇതിനകത്തോട്ട് കുറച്ച് ക്യാരറ്റ്, കുറച്ച് ബ്രൊക്കോളി, കുറച്ച് മഷ്റൂംസ്, അതാണ് ഞാനിപ്പോൾ ആഡ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. എന്നിട്ട് ആ വെജിറ്റബിൾസിനെ നമുക്കൊന്ന് ആ ചെമ്മീൻ്റെ കൂടെ തന്നെ ഇട്ടൊന്ന് കുക്ക് ചെയ്യണം. അതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ചൊരു ചിക്കൻ സ്റ്റോക്ക്, ഒരു 1/4 കപ്പ് ചിക്കൻ സ്റ്റോക്ക് ഇട്ട് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അതിനകത്ത് കിടന്ന് ഒന്ന് മൂടി വെച്ചൊരു 2 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് വെജിറ്റബിൾസിനെ കുക്ക് ചെയ്തെടുക്കാം. എന്നാലും വെജിറ്റബിൾസ് നല്ല ക്രിസ്പായിട്ടിരിക്കണം, അധികം കുക്ക് ചെയ്ത് ഓവർ കുക്ക് ചെയ്യരുത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾസും ഒക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് നമുക്ക് സോസുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. സോയാ സോസും ഓയിസ്റ്റർ സോസുമാണ് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. നമ്മൾ ആവശ്യത്തിന് ചില്ലി ഇട്ടതുകൊണ്ട് ചില്ലി സോസ് ആഡ് ചെയ്തിട്ടില്ല. എന്നിട്ട് അതിനെ നന്നായിട്ട് സോസിനെയൊക്കെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് ആ സോസിൻ്റെ ഫ്ലേവർ എല്ലാത്തിലും കിട്ടിക്കഴിയുമ്പോൾ നമുക്കതിനകത്ത് കുക്ക് ചെയ്ത് വെച്ച നൂഡിൽസ് ഇട്ട് കൊടുക്കാം. നൂഡിൽസ് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ടോസ് ചെയ്ത് കൊടുത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് ആ നൂഡിൽസിൽ അതെല്ലാം ഇങ്ങനെ പുരണ്ടിരിക്കുന്ന പരുവത്തിൽ കുറച്ച് ജ്യൂസി ആയിട്ടിരിക്കണം, തീരെ ഡ്രൈ ആവരുത്. അപ്പോൾ വെജിറ്റബിൾസൊക്കെ കുക്ക് ചെയ്തിട്ട് അതിൻ്റെ വെള്ളം ഉള്ളത് കൊണ്ട് അതിനകത്ത് ആ നൂഡിൽസും കൂടെ ആഡ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ഫൈനലായിട്ട് അതിനകത്തോട്ട് കുറച്ച് സ്പ്രിംഗ് ഓണിയനും സിലറി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ എളുപ്പത്തിൽ ഒരു പ്രോൺസ് നൂഡിൽസ് ഉണ്ടാക്കിയെടുക്കാം. ഇതിന് പ്രോൺസിന് പകരം ചിക്കൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കുക്ക് ചെയ്ത ബീഫും വേണമെങ്കിൽ നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ നോക്കുക. നല്ല എളുപ്പത്തിലൊരു പ്രോൺസ് നൂഡിൽ നിങ്ങൾക്കും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, താങ്ക് യു.